ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് മസിൽ കോച്ചിപ്പിടുത്തം. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മസിൽ കോച്ചിപ്പിടുത്തം ഇല്ലാതിരിക്കാൻ കഴിക്കാനുള്ള ഒരു പൗഡറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 150 ഗ്രാം നല്ല ജീരകവും പിന്നെ തിപ്പല്ലി 50 ഗ്രാമും പാൽക്കായും 25 ഗ്രാമും പിന്നെ കുറച്ച് നെയ്യുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് നല്ല ജീരകം നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വറുത്തെടുക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ വറുത്തെടുക്കണം. ഈ ഒരു പൗഡർ ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, ഞങ്ങൾക്ക് ഹെൽപ്പിനുള്ളൊരു ചേച്ചിയാണ്. ചേച്ചിയുടെ വീട് കോയമ്പത്തൂരാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ അവർ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നല്ല ജീരകത്തിൻ്റെ വറവൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അടുത്തായിട്ട് പാൽക്കായ ഒന്ന് മൊരിയിച്ചെടുക്കണം. അത് ഇതേ പാനിൽ തന്നെ മൊരിയിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അടി ഇത്തിരി കുഴിയുള്ള ഒരു പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ഈ നെയ്യ് വേറെ എന്തിനേലും നമുക്ക് ദോശ ഇടുമ്പോഴോ എന്തിനേലും വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നാണ് ചേച്ചി പറഞ്ഞത്. പാൽക്കായം ചെറിയ തീയിൽ വെച്ച് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. തിപ്പല്ലി വറക്കണില്ല കേട്ടോ. തിപ്പല്ലി കഴുകിയിട്ട് വെയിലത്ത് നന്നായി ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വറക്കാതെ വെറുതെ മറ്റേൻ്റെ കൂടെ ജീരകമൊക്കെ പൊടിക്കുമ്പോൾ പൊടിച്ചെടുക്കാമെന്നാണ് പറഞ്ഞത്. പാൽക്കായം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ജീരകവും പാൽക്കായൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജീരകത്തിലേക്ക് തിപ്പല്ലിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പാൽക്കായം ചെറിയ പീസായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ജീരകവും തിപ്പല്ലിയും പാൽക്കായം കൂടി നന്നായി പൊടിച്ചെടുക്കുകയാണ്. വയറിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇപ്പം എല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ആ ചെറിയൊരു ചൂട് ആറിയതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് കുറേ കാലം അത് സൂക്ഷിക്കാം. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3/4 ടീസ്പൂണ് 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ. അത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് ചെറിയ നമുക്ക് കുടിക്കാനുള്ള പാകത്തിലുള്ള ചൂടാവുമ്പോൾ നമുക്ക് കുടിക്കാതെ. വലിയ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും അതുപോലെ തന്നെ മസിൽ കോച്ചിപ്പിടുത്തമുള്ളവരും ഇതൊന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണേ. ഇത് ആഴ്ചയിൽ ഒരു 4-5 തവണ കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്